ഹലോ ഗേയ്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ആയി ഒരു വീഡിയോ ഇട്ടിട്ട്, എപ്പോഴും ഷോർട്ട് മാത്രമേ ഇടയില്ലൂ. അപ്പോൾ ഇന്ന് കാണിക്കാനും ഉണ്ട്, അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. നമ്മളെ വീടിൻ്റെ മുന്നിൽ വയലാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മുന്നിലത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നട്ടതൊന്നും കാണിച്ചു തന്നിട്ടില്ലല്ലോ ആരെയും. അപ്പോൾ എപ്പോൾ നടുന്ന പോലെ ഇല്ല, എപ്പോഴും നടുന്നതിൻ്റെ അത്ര ഇല്ലെങ്കിലും എന്നാലും നമ്മൾ നടാണ്ട് നിന്നിട്ടില്ല. അപ്പോൾ അതൊന്ന് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. ഒന്നും വിളവെടുത്തിനൊന്നുമില്ല, ചീര മാത്രം 1-2 പ്രാവശ്യം ഇങ്ങനെ പൊട്ടിച്ചെന്നല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉണ്ടാകുന്നത്ര. പിന്നെ കുറേയെല്ലാം നട്ടിട്ട് നടുക ഉറുമ്പ് തിന്നുക, നടുക ഉറുമ്പ് തിന്നുക, അങ്ങനെയാണ്. അതുകൊണ്ട് എല്ലാം ഇപ്പം ആയി വരുന്നത്ര. അപ്പോൾ കുറച്ച് പച്ചക്കറി ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. കുറച്ച് അടുക്കള ഭാഗത്തായിട്ട് അങ്ങനെ പറമ്പത്തും അങ്ങനെ ആയിട്ട്, കുറച്ച് വയലുമായിട്ട് അങ്ങനെ ആയിട്ട് നമുക്കൊരു കഷ്ണം കണ്ടേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നമ്മൾ ആകും പോലെ ഇങ്ങനെ നെല്ലുള്ള സമയത്ത് നെല്ലും ആക്കും, നട്ടിയുള്ള സമയത്ത് നട്ടിയും ആക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യൽ. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് നട്ടി കാണാൻ പോകേ. ഇതാണ് പച്ചക്കറി നട്ടിട്ടുള്ളത്. പിന്നെ ഈ സാരി എന്നാന്ന് വെച്ചാൽ സാരി മേളയോ അങ്ങനെയൊന്നും ആണെന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. ഇത് പന്നി, മയിൽ, പിന്നെ അതിനെല്ലാം വേണ്ടിയിട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളൊരു തയ്യാറെടുപ്പാണ് അതല്ലോ. നമ്മളെ പച്ചക്കറീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വയ്ക്കുന്ന പഴയ സാരികൾ എല്ലാമാണ് ഈ കെട്ടിയിട്ടിട്ടുള്ളത്. പഴയ സാരികളൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പഴയ സാരികൾ തരൂ എന്ന് പറഞ്ഞ് പോകേണ്ട അവസ്ഥയായിരിക്കും. എല്ലാ കൊല്ലവും നമുക്കിടുന്ന ഇങ്ങനെ സാരി കിട്ടണ്ടേ. അതുകൊണ്ട് പഴയ സാരികളെല്ലാം ഇങ്ങനെ കെട്ടി ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളത്. ഇതാണ് നമ്മളെ കൃഷി. ചീര ഇതെല്ലാമാണ് ചീരയുള്ളത്. ഇത്രയൊന്നല്ല നടൽ. ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യം കുറച്ച് എന്തെല്ലോ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ടാണ് ഇത്ര കുറച്ച് നട്ടിട്ടുള്ളത്. പിന്നെ വെള്ളരിയാണ് ആ കാണുന്നത്. വെള്ളരി ആണിയെടുത്തിട്ട് കുറേ ആണിയെടുത്തിട്ടെല്ലാം നടുന്നതാണ്. ഇപ്പം കുറച്ച് 3-4 കുണ്ടാക്കിയിട്ട് ഇങ്ങനെ നട്ടതാണ്. ഉണ്ടാകുന്നുണ്ട്, അതിൻ്റെ എല്ലാം പൂവായത്. പിന്നെ വെണ്ടയൊന്നും ഇപ്രാവശ്യത്തെ അർത്ഥമില്ല. ഒരു ഇങ്ങനെയെല്ലാമാണുള്ളത്, വെണ്ടയെല്ലാം ഇങ്ങനെയാണുള്ളത്. പിന്നെ കയ്പ പന്തലിട്ടിട്ട് ആണ്, കയ്പയാണ് അത് കാണുന്നത്. പിന്നെ ഇത് കുമ്പളമാണ്. കുമ്പളം 3 കുണ്ട് ഉണ്ട്. ഇത് നിറയെ കുമ്പളം അല്ല, ഇത് താലോരി. ഇതിൻ്റെ അകത്ത് ചെറിയൊരു വെള്ളരിക്ക ഉണ്ടാകുന്നുണ്ട്, ഞാൻ കാണിച്ചു തരേ. ചെറിയൊരു വെള്ളരിക്ക തൊടരുന്നാണ് പറയല്, അതുകൊണ്ട് തൊടുന്നില്ല. അത് കുറച്ച് വണ്ണം വെച്ചോട്ടെ, വണ്ണം വെക്കൂല എന്നാണ് പറയൽ തൊട്ടാൽ, അതുകൊണ്ട് തൊടുന്നില്ല. അങ്ങനെ ആടെ മാത്രം ഒന്ന് കാണുന്നുണ്ട്, അത്രയേ ഉള്ളൂ ഇപ്രാവശ്യത്തെ പച്ചക്കറി എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇത് പയറാണ്. പയറൊന്നും തീരെ അർത്ഥമില്ല. നമ്മളത് ഒരുപാട് പയറും ഇതിൻ്റെ ചപ്പും പിന്നെ അതിൻ്റെ വാളുമെല്ലാമായിട്ട് പാട് വറക്കാനെല്ലാം കിട്ടുന്നതാണ്. ഇപ്രാവശ്യം ഒന്നുമില്ല. ഇപ്രാവശ്യം എല്ലാം അങ്ങനെ ആയി. എന്നാലും ഇങ്ങനെ നമ്മളൊരു വെറുക്ക് വേണ്ടിയിട്ട് നമ്മൾ നടാണ്ട് നിന്നിട്ടില്ല. നമ്മൾ ഇതാ കാണുന്നതാണ് വീട്. നക്ഷത്രം ന്യൂ ഇയറും പിന്നെ എന്താ പറയണ്ടേ ക്രിസ്മസും എല്ലാം കഴിഞ്ഞു. പക്ഷെ നമ്മളിതുവരെ സ്റ്റാർ അയച്ചിട്ടില്ല. അതിങ്ങനെ അവിടെ രാത്രി കത്തിച്ച് വെച്ചാൽ ഈ പന്നി അഥവാ വരുമ്പോൾ വെളിച്ചം കണ്ടിട്ട് പാഞ്ഞോട്ട് വെച്ചിട്ടാണ് അത് പിന്നെ കഴിച്ചു വെക്കാത്തത്. അതാണ് എൻ്റെ വീട്. പിന്നെ ഇഷ്ടം പോലെ മുട്ടാൻ മുഴുങ്ങിയുണ്ട് ഇവിടെ, പഴുത്തിട്ടുണ്ടാ. ഇത് വേണ്ട, നല്ല നമ്മൾ പറിച്ച് തിന്നും. മുട്ടാൻ മുളിങ്ങ ഇങ്ങനെ പറിക്കും, ഇങ്ങനെ എടുക്കും, ഇങ്ങനെ തിന്നും. നല്ല മൂത്രത്തിൽ പഴുപ്പുള്ളവർക്കെല്ലാം ഏറ്റവും നല്ല മരുന്നാണ് മുട്ടാൻ മുളിങ്ങ പറയുന്നത്. നമ്മൾ ഈ നാട്ടിൽ മുട്ടാൻ മുളിങ്ങ എന്നാണ് പറയുക. ചില നാട്ടിൽ ചില പേരുണ്ടാവുമായിരിക്കും. നമ്മളിവിടെ മുട്ടാൻ മുളിങ്ങ എന്നാണ് പറയുക. ഇവിടെ തന്നെ പലയാളും പല ഭാഷയെ പറയുന്നേക്കാം, പക്ഷെ നമ്മൾ മുട്ടാൻ മുളിങ്ങ എന്നാണ് പറയൽ. അപ്പോൾ പറമ്പിൽ കുറച്ച് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ഒരു വഴുതനേൻ്റെ ഇതും പിന്നെ തക്കാളി തൈ അങ്ങനെ നട്ടിട്ടുണ്ടായിന്, അത് കാണിച്ചു തരാം. അതും ഒന്നും വണ്ണം വെച്ചിനൊന്നുമില്ല. ഉണ്ട വഴുതിനിങ്ങയാണ്, വെള്ള കണ്ട 3-4 തൈയുണ്ട്. അതും എല്ലാം കൂടി ഒന്നിച്ചാടെ നട്ടു. ഇപ്പം നോക്കുമ്പോൾ ഓരോന്നായി നട്ടാൽ മതിയെന്ന് തോന്നുന്നു. ഇനി തക്കാളി കാണിച്ചു തരാം. തക്കാളി
തക്കാളി ഉണ്ടാകുന്നുണ്ട്. 3-4 5-6 ഉണ്ട് ഇതിൻ്റെ വില. പിന്നെ ഇതൊന്ന് തീരെ പോയി എന്തോ വന്നാമോ വെണ്ണീര് കൊണ്ടിട്ടോ. പച്ചമുളകെല്ലാം പൂവെല്ലാം ഉണ്ട്, ഓരോന്ന് കിട്ടിയ ഭാഗ്യം, അത്രയേ ഉള്ളൂ. പിന്നെയുള്ളത് ഈട അടുക്കള ഭാഗത്ത് കുറച്ച് ഒരു പയറും മമ്പയർ, ഇങ്ങനെ പയറും കുറച്ച് ഒരു താലോരി അങ്ങനെയെല്ലാം നട്ടിട്ടുണ്ട്. അതും വലിയ ഉഷാറൊന്നുമില്ല, ഉണ്ടോ, ഞരമ്പ് പോലെയേ ഉള്ളൂ എല്ലാം. ഇവിടെ കാന്താരിയുണ്ട്, കറിവേപ്പിലയുണ്ട്, കപ്പയുണ്ട്, എല്ലാം കൂടി അടുക്കള ഭാഗത്ത് ഇങ്ങനെ കാന്താരി, ചെറിയ കാന്താരി, വണ്ണമുള്ള പച്ചമുളക് എല്ലാം ഒരു സ്ഥലത്ത്. ഇത് ഫാഷൻ ഫുഡിൻ്റെ വള്ളിയാണ്. അങ്ങനെയെല്ലാം ഓരോന്ന്. ഇനി വെള്ളം കോരണം. ഇനി മോൻ വന്നിട്ടാകുമ്പോൾ വെള്ളം കോരുക. നമ്മൾ കുഴൽക്കിണറുണ്ട്, കുഴൽക്കിണറാണ് ഈ കാണുന്നത്. അതിൻ്റെ ഇങ്ങനെ പൈപ്പ് വലിച്ചിട്ട് വയലിലേക്ക് ഇട്ടിട്ട് പിന്നെ പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ ഒഴിക്കുക ചെയ്യുക. പിന്നെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല പച്ചക്കറി നടാൻ. പക്ഷെ എന്തെല്ലോ കുറച്ച് വിഷമവും കാര്യമായതുകൊണ്ടാണ് നമ്മളെ പച്ചക്കറി ഇപ്രാവശ്യം ഇങ്ങനെ ആയിപ്പോയി. ഇത്രയും നല്ല അപ്പോൾ കുഴൽക്കിണറാണ് ഈ കാണുന്നത്. ഉണ്ടാട് കുഴൽക്കിണറുള്ള ആടുന്ന് പിന്നെ വെള്ളം ഇങ്ങനെ പൈപ്പ് എടുത്തിട്ട് ഇങ്ങനെ വയലിലേക്ക് ഇട്ടിട്ട് പാത്രത്തിലാക്കി മോൻ പിടിച്ച് തന്നിട്ട് ഇങ്ങനെ ഓരോ പാത്രത്തിലാക്കും. എന്നിട്ട് കൊണ്ട് ഒഴിക്കലാണ്. അത് മോൻ വന്നിട്ടാകുമ്പം പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് വീഡിയോ എടുത്തിട്ട് ഇടുന്നതായിരിക്കും. പിന്നെ പച്ചക്കറി ഇത്രയേ ഉള്ളൂ. എന്നാൽ പിന്നെ ഇനി വെള്ളം കോരുന്നത് കാണാം എല്ലാവർക്കും. അപ്പം എങ്ങനെയാണ് പൈപ്പ് വെച്ചിട്ട് ചീരക്ക് അടിക്കാമെന്നും പറഞ്ഞ് ചീരക്ക് പൈപ്പ് എടുത്ത് പോയി അടിക്കുമ്പോഴത്തേക്ക് അപ്പുറത്തെ വെള്ളീൻ്റെ തല ചവിട്ടിയിട്ട് അമ്മേൻ്റെ നല്ല കലമ്പും വാങ്ങി കെട്ടി. അപ്പോൾ എൻ്റെതും കിട്ടി. അപ്പോഴത്തേക്ക് ദേഷ്യം വന്നിട്ടെല്ലാം വലിച്ചടിയിട്ട് പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ടാറ്റാ, ബൈ ബൈ.